ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ ബീഫ് എനിക്ക് മുറിച്ചാണ് കേട്ടോ മേടിച്ചു കൊണ്ടുവന്ന് തരാറ്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മുറിക്കാതെയാണ്. നേരം ഉണ്ടായില്ല നിൽക്കാൻ, പോവാനായിട്ട് സമയം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം മുറിക്കാതെ തന്നെ മേടിച്ചു കൊണ്ടുവന്ന് തന്നു. എന്തേലും ആവട്ടെ, ഞാൻ അത് മുറിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ബീഫ് ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ ബീഫൊക്കെ ഞാൻ മുറിച്ച് കഴിഞ്ഞു. ഇനി ഇത് കഴുകാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടാം. അപ്പം ബ്ലഡൊക്കെ വേഗം ഇറങ്ങി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം ചതച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇഞ്ചി മാത്രമേ ചതയ്ക്കുന്നുള്ളൂ. കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ബീഫാണ് ഇത്. നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ കൂടെ ഇട്ട് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെക്കാം. നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ചതച്ചൊന്നെടുക്കാം. അങ്ങനെ ചെറിയ ഉള്ളി ചതച്ച് കഴിഞ്ഞു. ഇതിനകത്ത് ചെറിയ ഉള്ളി ചതയാതെ കിടക്കണം. ഒന്നും കൂടെ ചതച്ചെടുക്കാം നമുക്ക്. ഇനി ഞാൻ ഇതിലേക്ക് സവാള ചേർക്കുന്നില്ല കേട്ടോ. ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് വെക്കുന്നത്. അങ്ങനെ ചെറിയ ഉള്ളി ചതച്ച് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പാചകത്തിനായിട്ട് റൈസ് ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. RCMന്ന് മേടിക്കുന്ന റൈസ് ഓയിലാണ്. ഈ റൈസ് ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കൊളസ്ട്രോളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അത് ശരിയുമാണ് കേട്ടോ. ഞങ്ങളുടെ അനുഭവത്തിൽ അത് വളരെ ശരിയാണ്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് മുളക് പൊടിയേ ഇടുന്നുള്ളൂ. കാരണം മോന് മുളക് പൊടി അത്ര എരിവൊന്നും അത്ര ഇഷ്ടമല്ല. മോനും അതെ, മോക്കും അതെ. അതുകൊണ്ട് ഇപ്പം ഇന്ന് ഞാനും മോനും മാത്രമേ ഉള്ളൂ. അന്നേരം പിന്നെ എരിവില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ഇഷ്ടത്തിനാവട്ടെ എന്ന് കരുതിയിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെന്തിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് ബീഫുണ്ട് കേട്ടോ വെന്തത്. അത് ഞാൻ കുക്കറിൽ തന്നെ അടച്ചു വയ്ക്കുക വൈകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അങ്ങനെ ബീഫ് കറി റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. അങ്ങനെ ബീഫ് കറി വെന്ത് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നു. ഇന്ന് തൽക്കാലം നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.